ഇപ്പൊ നമ്മൾ ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ഒരു സോപ്പോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി ഫേസ് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിദ്യാബാലൻ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പറഞ്ഞതുകൊണ്ടാണ് അധികം തന്നെ അത് പോപ്പുലറായി. വിരാട് കോഹ്ലിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആൽക്കലൈൻ വാട്ടർ എടുത്തു എന്ന് വെച്ചിട്ട് വിരാട് കോഹ്ലി അത് ചെയ്തത് കൊണ്ട് ഫേമസ് ആയി. ആലിയ ഭട്ടിന്റെ ബീട്രൂട്ട് സാലഡ് ഒരു ടൈമിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് ഡയറ്റ് ഫേമസ് ആവുന്നുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഇവര് ഓക്കെ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിദ്യാബാലൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്തു എന്ന് വെച്ച് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ശരിയായിട്ട് വരില്ല, കറക്റ്റ് ആവില്ല. ഇപ്പൊ എനിക്കൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള ഒരാളാണ്, ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എഫക്റ്റീവ് ആയിരിക്കും. എനിക്കൊരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് ആണ്, ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റ് ആയിരിക്കും. പക്ഷെ വിദ്യാബാലൻ അത് കറക്റ്റ് ആയിരിക്കും, പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഓഫ് ഡയറ്റ് ആയിരിക്കും. നമുക്ക് ഡയറ്റ്സ് നമ്മൾ മാറ്റും, പക്ഷെ ഇരുന്നാലും ഓരോ ബോഡിക്ക് അവരുടെ ഹൈറ്റും ബോഡി വെയിറ്റും അനുസരിച്ച് നമ്മൾ കാലറി സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയറ്റ്. അപ്പോൾ നമ്മൾ ഒരു ആൾക്കാർ അത് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എക്സസൈസ്, റെസ്റ്റ് എല്ലാം. പക്ഷേ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ്. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഒരു 60% ഡയറ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ നാട്ടിൽ ഒരുപാട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് കണ്ടുവരുന്നുണ്ട്. അവിടെ ഉള്ളത് ഒരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ ആണോ, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു MNC കമ്പനി കൊടുത്തതോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് കൊണ്ടൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവരൊക്കെ ആക്ച്വലി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടാണോ നമുക്കൊരു ഡയറ്റ് അല്ലെങ്കിൽ നമുക്കൊരു പൗഡറോ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റോ തരുന്നത്? സോ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് MSc ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് കഴിഞ്ഞ തനിഷ്മയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ തനിഷ്മ, വെൽക്കം ടു ദ ഷോ. സോ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഫസ്റ്റ് തന്നെ എൻ്റെ ചോദ്യം ഇതാണ്. പൊതുവേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് കണ്ടുവരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പൗഡറൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറയാം, മാക്സിമം കാർബ്സ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കഴിക്കുന്ന ഫുഡ് ഒഴിവാക്കിയിട്ട് ഒരു വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ കണ്ടുവരുന്നത്. സോ ഇതിനെ കുറിച്ച് എന്താണ് തനിഷ്മയുടെ ഒരു വ്യൂ? പൊതുവെ നമുക്ക് ഈ നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യാം. പക്ഷെ എല്ലാവർക്കും ഗെയിന് വേണം, പക്ഷെ പെയിന് വേണ്ട. സോ ഇതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു കമ്പനീസ് വല്ല MNC കമ്പനീസിലേക്ക് പോകുന്ന സമയത്ത് അവർ വല്ല ഫാറ്റ് ബേണിംഗ് പൗഡേഴ്സോ, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ്സിൽ കൂടിയാണ് അവർ നോക്കുന്നത്. അപ്പം പൊതുവേ ഒരു മാസം നമ്മൾ ഒരു 2 kgs 3 kgs കുറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മാസം ചിലപ്പോൾ ഒരു 6 kgs എന്നുള്ള രീതിയിൽ അവർക്ക് വെയിറ്റ് കുറയുന്നുണ്ട്. സോ ഈ ഒരു കാരണം കൊണ്ടാണ് ആ റിസൾട്ട് ആണ് അവർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് അവർ പോകുന്നത്. പക്ഷേ ഇതിലെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 6 kgs അവർ കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഈവൻ 10-20 എത്ര kgs കുറഞ്ഞാലും വൺസ് ആ പൗഡർ അവർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഡബിൾ ആയിട്ട് തന്നെ അവർക്ക് ഇൻക്രീസ് ആവാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു IPL പോലത്തെ സംഭവങ്ങളായിരിക്കും. IPLന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനത്തെ MNC കമ്പനീസ് ആയിരിക്കും. സോ ഇതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പീപ്പിൾസിന്, ആൾക്കാർക്ക് ഇതിനോടുള്ള അട്രാക്ഷൻ ഒന്നും കൂടെ കൂടുകയാണ്. സോ അതുകൊണ്ടും കൂടി ഒരു സംഭവമാണിത്. പക്ഷേ ഇവരെ ഇത് യൂസ് ചെയ്യുമ്പം എനിക്കൊരു കേസ് സ്റ്റഡി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പൗഡേഴ്സ് കഴിച്ചിട്ട് യൂറിക് ആസിഡ് കൂടി, ക്രിയാറ്റിൻ കൂടി, അതേപോലെ ഡയബറ്റിക് പല അസുഖങ്ങൾ കൂടിയ കേസസ് നമുക്ക് ഡയറ്റിൽ വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 10 kgs കുറഞ്ഞിട്ട് അവർ ചിലപ്പം 15 kgs 20 kgs കൂടിയ കേസസും വരുന്നുണ്ട്. സൈഡ് എഫക്റ്റ് വല്ലാണ്ട് ഹിറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ വല്ലാണ്ട് ഇഷ്യൂസ് വന്ന കേസസും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇപ്പം നല്ല ഫെയർ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു, പുള്ളിക്കാരിയുടെ മുഖത്ത് കരിമ്പൻ അടിച്ച പോലെ ആയിട്ടുണ്ട് ഇങ്ങനത്തെ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട്. സോ ഇൻസ്റ്റെഡ് നമ്മൾ ഇതിനൊക്കെ പോകുന്നതിന് പകരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ തന്നെ അത് എത്ര പെയിൻ ആയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ബോഡി ഇറ്റ് വിൽ ബി ഹെൽത്തി. സോ ആ രീതിയിൽ പോകുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെയും ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേറൊരു ചോദ്യം വരികയാണ്. ആൾക്കാർ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തടി കുറയ്ക്കുക അല്ലെങ്കിൽ തടി കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ തടി കുറഞ്ഞാൽ മതി, ഇതാണോ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഡയറ്റീഷ്യൻ്റെ നമ്മളിപ്പോൾ ഒരു ഡയറ്റീഷ്യൻ ആണ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഓക്കെ നമ്മൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്നുള്ള രീതിയിലാണ് അവർ മൈൻഡ് സെറ്റിൽ വരിക. പക്ഷേ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡയറ്റ് എന്നുള്ള രീതിയിൽ വെയിറ്റ് ലോസ് മാത്രമല്ല, അവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഒരു തൈറോയിഡ് ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിൻ്റെ ഒരു ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ എന്തൊരു മെഡിക്കൽ കണ്ടീഷൻസ് PCOD ആയാലും PCOS ആയാലും എന്തൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും അതിന് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു യൂറിക് ആസിഡ് കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് മീറ്റ്സ് നമുക്ക് അലൗഡ് അല്ല. അതേപോലെ തൈറോയിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് നമുക്ക് അലൗഡ് ആയിരിക്കില്ല. സോ ഇതിനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ആവശ്യമുണ്ട്. സോ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ പൊതുവെ ഡൗട്ടാണ്, ഈ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും തമ്മിലുള്ള വ്യത്യാസം?
സോ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് ഹോസ്പിറ്റൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇപ്പം എനിക്കെന്ന് പറയുന്നത് സെൽഫ് കൈൻഡ് ഓഫ് ക്ലിനിക്സും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയും. ആൻഡ് പലരും ഡയറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻസ് ബേസിക്കലി നമ്മൾ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം നമ്മളിപ്പം കോർപ്പറേറ്റ് ഡയറ്റീഷ്യൻസ് ഉണ്ട്, അതായത് കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ പല കാറ്റഗറൈസേഷൻസ് വരുന്നതാണ് ഈ ന്യൂട്രീഷൻസ് ആൻഡ് ഡയറ്റീഷ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളിപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പം എങ്ങനെയാണ് ഒരു കറക്റ്റ് ഡയറ്റീഷ്യൻ നമ്മൾ ചൂസ് ചെയ്യുക, എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? സോ ബേസിക്കലി നമ്മളൊരു കറക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പം നമുക്ക് കുറേ ഓൺലൈനിൽ ഫേക്ക് ഡയറ്റീഷ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ പല ടൈപ്സ് ഓഫ് വീഡിയോസും കാര്യങ്ങളും റാൻഡംലി പോസ്റ്റ് ചെയ്തിട്ടുന്ന രീതിയിൽ ഫസ്റ്റ് അവരുടെ സർട്ടിഫിക്കേഷൻ നോക്കാന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് MSc ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ്. പക്ഷെ പല ആൾക്കാർ ചെയ്തിരിക്കുന്നത് 1 വീക്ക് കോഴ്സിലെ ഡയറ്റീഷ്യൻ, 6 മന്ത്സ് കോഴ്സിലുണ്ട്, 3 മന്ത്സ് കോഴ്സിലുണ്ട്, ഡിപ്ലോമ കോഴ്സിലുണ്ട്. അവരൊന്നും നമ്മൾ വി കാൺ കോൾ ദം ആസ് എ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും വരെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കോഴ്സസ് അവരുണ്ടോ ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങളൊരു ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡയറ്റീഷ്യൻ ഹോസ്പിറ്റൽ അല്ലാണ്ട് നിങ്ങളൊരു വേറെ ഒരു പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അവരുടെ സർട്ടിഫിക്കേഷൻ എന്താ, അവർ MSc കഴിഞ്ഞ ആൾക്കാരാണോ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നിങ്ങൾ ഈ മെഡിസിൻസ് പറയുന്ന പോലെ നമുക്കും ഒരു 5 ഇയേഴ്സ് കോഴ്സാണ്. 3 ഇയേഴ്സ് നമ്മൾ ഹോം സയൻസിൽ BSc ഇൻ ഹോം സയൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ MSc ഇൻ ക്ലിനിക്കലിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു 1 or 2 ഇയേഴ്സ് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് പൊതുവെ നമ്മൾ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സോ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങളൊരു ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ നിങ്ങൾ ഡയറ്റിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അത്ര ബ്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നിങ്ങൾ ഇപ്പം ഒരു സെലിബ്രിറ്റി അത് ചെയ്തു അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അത് ഒരു റെക്കമെൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ എപ്പോഴും അവരുടെ സർട്ടിഫിക്കേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ എന്നാണ് കാണാം. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വർഷങ്ങളോട് എടുത്ത സാധനം അവർ ചിലപ്പോൾ ഒരു 2 വീക്സ് കൊണ്ടോ 3 വീക്സ് കൊണ്ടോ എടുത്ത ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ സർട്ടിഫിക്കേഷൻ എന്താണ് നോക്കേണ്ടതെന്ന് ഒന്ന് പൊതുവെ ആളുകൾക്ക് ധാരണയില്ല. അവിടെയാണ് എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പം സെലിബ്രിറ്റി ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഉണ്ട്, ഇന്ന സെലിബ്രിറ്റിയുടെ ഡയറ്റ് ഉണ്ട്. അപ്പം ചില ആളുകൾ അത് ഫോളോ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ അല്ലെങ്കിൽ വീഡിയോ ഇടും, എൻ്റെ ബോഡിയിൽ ഇത്ര മാറ്റം വന്നു. ആക്ച്വലി ഡയറ്റ് എന്ന് പറയുന്നതും ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺ കസ്റ്റമൈസ്ഡ് ആയിരിക്കണ്ടേ. സോ ആ ഒരു സെലിബ്രിറ്റിയുടെ ഡയറ്റ് അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ഫോളോ ചെയ്തുകൊണ്ട് എനിക്കത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക അതോ പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക? സോ ബേസിക്കലി ഇതിൽ പ്രോൺസ് ആസ് വെൽ ആസ് കോൺസ് ഉണ്ട്. സോ ഇതിൽ ബേസിക്കലി പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പേസ്റ്റോ അല്ലെങ്കിൽ ഒരു സോപ്പോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി ഫേസ് വേണം. സോ അതേപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിദ്യാബാലൻ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പറഞ്ഞതുകൊണ്ടാണ് ആന്റി ഇൻഫ്ലമേറ്ററി കുറച്ച് അധികം തന്നെ അത് പോപ്പുലറായി. വിരാട് കോഹ്ലിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആൽക്കലൈൻ വാട്ടർ എടുത്തു എന്ന് വെച്ചിട്ട് വിരാട് കോഹ്ലി അത് ചെയ്തത് കൊണ്ട് ഫേമസ് ആയി. ആലിയ ഭട്ടിന്റെ ബീട്രൂട്ട് സാലഡ് ഒരു ടൈമിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് ഡയറ്റ് ഫേമസ് ആവുന്നുണ്ട്. പക്ഷേ ഡയറ്റ് അവയർനെസ് വരുന്നുണ്ട്, ഡയറ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. പക്ഷെ അത് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ ഇവർ ഓക്കെ ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ വിദ്യാബാലൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തു എന്ന് വെച്ച് ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ശരിയായി വരില്ല, കറക്റ്റ് ആവില്ല. ഇപ്പൊ എനിക്കൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള ഒരാളാണ്, ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എഫക്റ്റീവ് ആയിരിക്കും. എനിക്കൊരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് ആണ്, ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റ് ആയിരിക്കും. പക്ഷെ വിദ്യാബാലൻ അത് കറക്റ്റ് ആയിരിക്കും, പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഓഫ് ഡയറ്റ് ആയിരിക്കും. നമുക്ക് ഡയറ്റ്സ് നമ്മൾ മാറ്റും, പക്ഷെ ഇരുന്നാലും ഓരോ ബോഡിക്ക് അവരുടെ ഹൈറ്റും ബോഡി വെയിറ്റും അനുസരിച്ച് നമ്മൾ കാലറി സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയറ്റ്. അപ്പൊ നമ്മൾ ഒരു ആൾക്കാർ അത് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന പോലെ വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയ്സൺ എന്ന് പറയില്ലേ, അപ്പൊ ആ രീതിയിലാണിത്. ഇപ്പൊ അതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പം ഞാനിപ്പോ മാമിന്റെ അടുത്ത് വന്ന് ഞാൻ ഡയറ്റ് എടുത്തു, അപ്പൊ എന്റെ ബോഡിക്ക് സൂട്ടായ ഫുഡ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇതൊരു വൺ ടൈം പ്രോസസ് അല്ലേ, പിന്നെ ഞാൻ മാമിന്റെ അടുത്ത് വരേണ്ട കാര്യം ഉണ്ടാവില്ല. അതാണ് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ. അതായത് ക്ലിനിക്കിലേക്ക് വന്നിട്ട് ഞാൻ ഒരു മാസം വരുന്നു, ഒന്ന് ചുമ്മാ ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ വരും, പിന്നെ പോകും. ഞാൻ തന്നെ ഒന്ന് സ്വന്തം സെൽഫ് ചെയ്തിട്ട് ഒരു മാസത്തേക്കുള്ള ഞാൻ നോക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഡയറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു 1 മന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല വെയിറ്റ് ലോസ് കാണും. അത് നിങ്ങൾ ഇപ്പം എന്ത് ചെയ്താലും വെയിറ്റ് ലോസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതായത് നിങ്ങൾ അത്യാവശ്യം ഒരു 3000 അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കാലറീസ് വരെ കഴിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ നമ്മൾ അതിനുശേഷം നമ്മളൊരു ഡയറ്റ് പ്രോസസ്സ് തുടങ്ങുമ്പം നമ്മൾ ആ ഒരു കട്ടിങ്, ആ ഒരു കാലറീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി എന്താകും, നമ്മുടെ ഫുഡിന്റെ അളവ് കുറയും. വേറെ സമയത്തൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ചിലപ്പോൾ 4 kgs 5 kgs ഒക്കെ റെഡ്യൂസ് ആയിരിക്കും.
അത് തന്നെ മതി. ഓക്കെ, ഈ ഒരു വെയിറ്റ് ലോസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓക്കെ നമുക്ക് വെയിറ്റ് ലോസ് ആവുന്നുണ്ടല്ലോ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആവത്തില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്യൂ എന്നൊരു പറയുന്ന സംഭവം ഹിറ്റ് ചെയ്യും. അതായത് നമ്മൾ പ്ലാറ്റ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 60 kgs എത്തിയെങ്കിൽ അവിടെ തന്നെ വെച്ച് സ്റ്റക്ക് ആവും. പിന്നെ നമ്മൾ 61ലേക്കും പോവില്ല 59ലേക്കും പോവില്ല. രീതി ഇത് അവിടെ സ്റ്റക്ക് ആവും, വെയിറ്റ് സ്റ്റക്ക് ആവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ആ വെയിറ്റ് അവിടെ നിന്ന് മാറത്തില്ല. നിങ്ങൾ ആ സെയിം ഡയറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ പല അടുത്ത ഒരു ഡയറ്റിലേക്ക് നമ്മൾ മാറുക. സോ നമ്മളിങ്ങനെ ഡയറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈവൻ ബോഡിയിലും ചേഞ്ചസ് ബോഡിയിൽ ഇപ്പൊ നമ്മൾ ഒരു ബോഡിയിൽ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ നമ്മൾ 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് അവിടെ തന്നെ ഇരുത്തില്ലല്ലോ. നമ്മൾ 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യില്ല. അതേപോലെ ഇതിന് നമുക്ക് കൈൻഡ് ഓഫ് പ്രോഗ്രഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഇന്റൻസിറ്റി ഇപ്പം നമുക്ക് എക്സസൈസ് തന്നെ ഇപ്പം ഒരു കുറച്ച് കാലം നിങ്ങൾ ഒരേ ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവില്ല ബോഡിയിൽ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റി ഒന്ന് കൂട്ടും. അതേപോലെ തന്നെ ഡയറ്റിലും നമുക്ക് കൈൻഡ് ഓഫ് ഇന്റൻസിറ്റി വരുന്നുണ്ട്. പക്ഷെ അത് എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അത് അവരവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. വീണ്ടും ഈ ഒരു കേസിലോട് ഞാൻ ഒന്നുകൂടി വരികയാണ്. ഈ വെയിറ്റ് ലോസിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ സ്റ്റക്ക് ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ അപ്പുറത്തേക്ക് അതായത് ബോഡിയിൽ പല ന്യൂട്രീഷൻ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പം നമുക്ക് ഒരുപാട് എന്താ പറയുക ന്യൂട്രിയൻസ് വേണം, അതുപോലെ മിനറൽസ് വേണം, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടല്ലോ. ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ അവർ ജസ്റ്റ് ഒരു വെയിങ് മെഷീനിൽ അവരുടെ വെയിറ്റ് നോക്കിയിട്ട് മാത്രമാണല്ലോ ഈ ഡയറ്റ് ഓക്കെ ആണ് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് ഓക്കെ ആണെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു സോ ബേസിക്കലി വെയിറ്റ് സ്റ്റക്ക് ആവുന്നതിന് പല റീസൺസും ഉണ്ട്. അതായത് നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ചതുകൊണ്ടായിരിക്കാം. എന്റെ ചോദ്യം വെയിറ്റിൽ മാത്രം ആൾക്കാർ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് ഒരു ഓവറോൾ ഹെൽത്ത് നോക്കാതെ സൊസൈറ്റിന്റെ ഒരു പ്രഷർ കാരണമായിരിക്കും. സോ ബേസിക്കലി ഇപ്പം വെയിറ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നമ്മൾ എല്ലാ ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യണമെന്നില്ല. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഈ സൊസൈറ്റി പ്രഷേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് എന്നുള്ള രീതിയിൽ അപ്പോഴാണ് അവർ കൂടുതൽ മെഷീൻസിലേക്ക് നോക്കി തുടങ്ങുന്നുണ്ടാവുക. അതുവരെ ആരും അവർ മെഷീൻസിലേക്ക് നോക്കത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം സൊസൈറ്റിയിൽ ഓക്കെ നീ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു കാറ്റഗറൈസേഷൻ വരുന്ന സമയത്തുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവണം. സോ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകത്തില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലേക്കും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. പക്ഷെ ആക്ച്വലി എല്ലാവർക്കും ഈ ഡയറ്റ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മമാര് പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജ് തൊട്ടിട്ട് നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈവൻ അമ്മമാര് എന്ത് കഴിക്കുന്നു അതിനനുസരിച്ചാണ് കുട്ടികളുടെ ന്യൂട്രീഷൻ വരുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ ബ്രസ്റ്റ് ഫീഡിങ് എവറി ഏജ് എവറി ഡേ മാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ദിവസം മാത്രമല്ല എവറി ഡേ നമുക്ക് ഡയറ്റ് മാറ്റേഴ്സ് ആണ്, എവറി ഡേ നമുക്ക് ന്യൂട്രീഷൻ മാറ്റേഴ്സ് ആണ്. സോ ആക്ച്വലി അങ്ങനെ പറയുകയാണെങ്കിൽ അമ്മ ആവുന്നതിന് മുമ്പേ തന്നെ അവരുടെ എന്താ പറയാ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങും. ആ എഫക്ട് എന്തായാലും കുട്ടികളിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ചെറിയ ഏജിൽ തന്നെ ആളുകൾക്ക് ഈ എന്താ പറയാ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഒബിസിറ്റി ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഈ ഒരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിന്റെ ഒക്കെ ഒരു എഫക്ട് അല്ലേ? യെസ്, ഒന്ന് പ്രോസസ്ഡ് ഫുഡിനാണ്. ഒന്നെന്ന് പറയുമ്പോൾ അഗൈൻ ഐ വിൽ ടെൽ അബൌട്ട് ദ പാരന്റിങ് സ്റ്റൈൽ ഓൾസോ. മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഫുഡ് എന്ന് പറയുമ്പം അത്ര ഹോട്ടൽ ഫുഡ്സ് ഒന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ വീക്ക്ലി വൺസ് ഇല്ലെങ്കിൽ വൺസ് ഇൻ 2 weeks ഒക്കെ ആയിരിക്കും നമ്മുടെ ഹോട്ടൽ ഫുഡ്സോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പൊ നമ്മൾ പല സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ചുമ്മാ ഒരു റാൻഡം സർവേ ഞങ്ങൾ നടത്തിയതാണ്. അവരുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ വീക്ക്ലി ഒരു 4-5 times എങ്കിലും ഈ ഹോട്ടൽ ഫുഡ്സോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഇത് പാരന്റ്സിന്റെ അടുത്ത് സർവേ ചെയ്തപ്പോഴും അവർ അഗ്രി ചെയ്യുന്നുണ്ട്, അതേപോലെ കുട്ടികളുടെ അടുത്ത് ചെയ്യുമ്പോഴും അഗ്രി ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഇങ്ങനെ ഫുഡ് പ്രോസസ്ഡ് ഫുഡും കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ മെന്റൽ ഹെൽത്ത് അവർ ഒബീസിറ്റി ആകും, ഡയബറ്റിക് ആകും, അവരുടെ മെന്റൽ കോൺസെൻട്രേഷൻ കുറയും, കുട്ടികളുടെ റിസൾട്ട്സ് പുവർ അക്കാഡമിക്സ് ആകും. സോ ഇങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അത് സോ ബേസിക്കലി നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ അത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പണ്ടത്തെ രീതിയിലേക്ക് ലൈക്ക് ചോറും അല്ലെങ്കിൽ തോരനും അല്ലെങ്കിൽ അവർക്കുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇപ്പം ഈവൻ ദോ ഇപ്പൊ ഞാൻ ഈ ബർഗർ പിസ്സ ഒക്കെ അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ബേസിക്കലി കുറച്ചും കൂടി ഹെൽത്തി വേയിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം ബർഗേഴ്സ് നമ്മൾ കൂടുതൽ അൺഹെൽത്തി ആണെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബൺ അല്ലെങ്കിൽ ദ മയോണൈസ് വിച്ച് വി യൂസ് ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ വീട്ടില് നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തിയസ്റ്റ് വേ നമ്മൾ ആ മയോണൈസ് റീപ്ലേസ് ചെയ്തിട്ട് വല്ല പനീർ സോസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പാറ്റി പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് മാറും. ഇപ്പം പുറത്ത് നമ്മൾ മോമോസ് വാങ്ങിക്കുമ്പോൾ മൈദയിലാണ് നമ്മൾ ആ മോമോസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വീട്ടിൽ നമ്മളൊരു വീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഹെൽത്തിയാണ്.
സാൻഡ്വിച്ച് പുറമെ ഭയങ്കര എന്താ പറയാ സാൻഡ്വിച്ച് ലൈക്ക് വൈറ്റ് ബ്രെഡും മയോണൈസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ചില വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷ് ആയിരിക്കില്ല. സാൻഡ്വിച്ച് ഒക്കെ എപ്പോഴും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം വിൽക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ അത് വീറ്റ് ബ്രെഡിൽ നമ്മൾ കുറച്ചും കൂടെ പ്രോട്ടീൻ പനീർ സോസും വിത്ത് വെജിറ്റബിൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് മാറും. സോ കുറച്ച് നമുക്ക് പാരന്റ്സിന് സ്ട്രെയിൻ ഉണ്ടാകും, എന്നാലും നമുക്ക് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽത്തി. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പുറത്തുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതിപ്പം ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ്ഡ് ഫുഡ് എന്തോ ആയിക്കോട്ടെ, കുട്ടികളുടെ ടേസ്റ്റ് ബഡ്സിന് ഇത് ഹാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിലെ ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല, വീണ്ടും ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട്. അത് ശരി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അതാണ് ഈ അജിനോമോട്ടോ MSG കാര്യങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ. സോ ബേസിക്കലി ആ ഒരു നമ്മൾ ഡെയിലി അത് കഴിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബേക്കറി കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. പക്ഷെ നമ്മളൊരു 1.5 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ആ ഫുഡിനോട് തന്നെ നമ്മൾ ക്രേവിങ്സ് വരുന്നത് അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഇതിലാണ്. സോ എല്ലാ പ്രോസസ് ഫുഡിലും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും. ആ ഇൻഗ്രീഡിയന്റ് ആണ് കുട്ടികളുടെ ടേസ്റ്റ് ആ ഒരു എഫക്ട്സ് ടേസ്റ്റ് ബഡ്സ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. സോ അത് കാരണം അവർക്ക് രണ്ടാമതും അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ വാശിയാവുന്നുണ്ട്, ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്, അവർക്ക് ഇങ്ങനത്തെ ഫുഡ്സ് കിട്ടിയിട്ടില്ല. അതിൽ എന്റെ സ്കൂളിൽ തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകാന്നുള്ളത് ഒരു ശീലമായിരുന്നു. പക്ഷെ ഇപ്പൊ ചോറ് കൊണ്ടുപോകുന്നത് ഒരു സ്റ്റാറ്റസിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഈ കുറച്ചും കൂടി വേറൊരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഫുഡോ അങ്ങനത്തെ രീതിയിൽ ഇപ്പം അവർക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ ബാക്കിയുള്ള കുട്ടികൾ സോഷ്യൽ സ്റ്റേറ്റസിനും കൂടെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ വല്ല പിസ്സയോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ഇംഗ്ലീഷ് ലഞ്ചോ അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റൽ ടൈപ്സ് ചിലപ്പോൾ നൂഡിൽസ് ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ചോറും തോരനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അത് അവരുടെ ഒരു കുട്ടികളുടെ ഒരു ഇതിൽ തന്നെ ഒരു ഇത് വരുന്നുണ്ട്. സോ അപ്പം ഇപ്പം ഇവരെന്താക്കും, അവർ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് ഹോട്ടൽ ഫുഡ്സ് ആയിരിക്കാം, അവർ ഇന്നലത്തെ ഫുഡ് ചിലപ്പോൾ റീഫ്രിജറേറ്റ് ചെയ്ത് അടുത്ത ദിവസം കൊണ്ടുവന്നതായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അവർ ഇത് കഴിക്കുന്ന സമയത്ത് കൈൻഡ് ഓഫ് ടാമ്പർ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മൈറ്റ് ബി റീസൺസ് എന്ന് പറയുന്നത്. റൈസിന്റെ കാര്യം പറഞ്ഞു, അപ്പം കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, റൈസിന് ഒരു ഭീകര സംഭവമായിട്ടാണ് അല്ലെങ്കിൽ വളരെ മോശമായ ഒരു പിക്ചറാണ് ഇപ്പം റൈസിൽ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആക്ച്വലി റൈസ് അത്രയ്ക്ക് മോശമാണോ? പൊതുവെ എൻ്റെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്നത് ഞാൻ റൈസ് അവോയ്ഡ് ചെയ്യണോ എന്നുള്ള രീതിയിലാണ്. നമ്മൾ മലയാളീസ് എന്നല്ല, സൗത്ത് ഇന്ത്യൻസിൽ റൈസ് എന്ന് പറയുന്നത് സ്റ്റീപ്പിൾ ഫുഡാണ്. പക്ഷെ റൈസ് നമ്മൾ അവോയ്ഡ് ആക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. റൈസ് എന്താണെന്ന് നമ്മൾ അവോയ്ഡ് ആക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കഴിക്കുന്നുണ്ട്. പോർഷൻ ഇസ് എ പ്രോബ്ലം. ഇപ്പൊ നമ്മളൊരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റ്, ഒരു സർക്കിൾ പ്ലേറ്റിൽ നമ്മളൊരു 3/4 നമ്മള് ആൾക്കാരുടെ ഇപ്പം നമ്മളൊരു എവിടെ പോയാലും 3/4 റൈസ് ആയിരിക്കും. തോരെന്ന് പറയുമ്പോൾ 1 സ്പൂൺ ആയിരിക്കും. അങ്ങനെയാണ് പൊതുവെ നമുക്ക് വരാറ്. പക്ഷെ നമ്മളത് റിവേഴ്സ് മെത്തേഡിലാക്കണം. അതായത് 1/4 1 പോർഷൻ ആയിരിക്കും റൈസ്, ബാക്കി 3 പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ റൈസ് സ്റ്റിൽ എ ഗുഡ് ഓപ്ഷൻ. അല്ലാണ്ട് നമ്മളത് കഴിക്കുന്ന മെത്തേഡിലാണ് അത് അൺഹെൽത്തി ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റേഴ്സ് അലോട്ട്. ഇപ്പം നമ്മളിത് ഇപ്പം ഒരു 1 cup ഓഫ് റൈസിന് 2 servings ഓഫ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എന്നാണ് പറയാറ്. സോ ആ രീതിയിലല്ല നമ്മൾ കഴിക്കുന്നത്, നമ്മൾ നേരെ ഓപ്പോസിറ്റിലാണ് കഴിക്കുന്നത്. നമ്മൾ 2 cup ഓഫ് റൈസിന് 1 cup ഓഫ് വെജിറ്റബിൾസ് നല്ല രീതിയിലാണ് കഴിക്കുന്നത്. സോ ഇപ്പോൾ ഒരു 100 grams ഓഫ് റൈസിന് നമ്മൾ 200 grams ഓഫ് പ്രോട്ടീൻസ് ആസ് വെൽ ആസ് നമ്മൾ ഫൈബേഴ്സ് എടുക്കുവാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഫുഡിന്റെ കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ. ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ലിവർ ഡിസീസ്, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. പ്രത്യേകിച്ച് ഇപ്പം സ്ത്രീകളിൽ PCOS, PCOD, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറ്റ്, എന്തും ഫുഡാണ് മെയിൻ. അപ്പം എങ്ങനെ ഇതിനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആൾക്കാർ ഫോളോ ചെയ്യേണ്ടത്? ഈ എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിനും മെഡിക്കേഷൻസ് ആണ് എല്ലാവരും ആൾക്കാരും യൂസ് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ USG അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യും. സോ ഇത് ചെയ്ത ഉടനെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് കുറേ മെഡിക്കേഷൻസ് നമുക്ക് തരും. ആ മെഡിക്കേഷൻസ് മൊത്തം കഴിച്ചിട്ട് പിന്നെയും എങ്ങനെ അവരുടെ വെയിറ്റ് കൂടും. സോ അത് നമുക്ക് ബേസിക്കലി ഡയറ്റ് മതി. ആക്ച്വലി ഡയറ്റ് ലൈക്ക് മെഡിക്കേഷൻസ് എക്സ്ട്രീം കേസസിന് ആവശ്യമുണ്ട്, ബട്ട് സ്റ്റിൽ ഡയറ്റ് ഇതിലൊരു മേജർ റോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PCOD, PCOSന്റെ കേസ് പറയായിരുന്നു. PCOD, PCOS നമുക്ക് മെഡിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഡയറ്റ്, കാരണം അതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് ആ സ്ട്രെസ് ഫാക്ടർ നമ്മളൊന്ന് ലൈക്ക് നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഇത് രീതിയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് PCOD, PCOSൽ നമ്മൾ പൊതുവേ നമ്മൾ സീഡ് സൈക്ലിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതായത് 4 സീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യുക. അത് ഫ്ലാക്സ് സീഡ്, സെസമേ, പംകിൻ ആൻഡ് സൺഫ്ലവർ സീഡ്സ് ആണ് ചെയ്യുക.
അപ്പം അവരുടെ ഡേ 1 തൊട്ട് ഡേ 14 ഓഫ് ദ പീരിയഡ് സൈക്കിൾ നമ്മൾ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ പംകിൻ സീഡ്സ് റോസ്റ്റഡ് ആയിട്ട് നമ്മൾ എടുക്കാൻ പറയും. ആൻഡ് 15 to 28 ഡേയിൽ നമ്മൾ സെസമി അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പറയും. ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന സമയത്ത് അവരുടെ ഹോർമോണൽ ഇഷ്യൂസിലെ കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾ മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറ്റ് ഫുഡ് ആണ്. ലൈക്ക് ഡയറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ അവോയ്ഡ് ആക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമലി നമ്മൾ കഴിക്കുന്ന സാധനം നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ബേസിക്കലി നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കണം. അവരുടെ ടൈമിങ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് എന്താക്കാം, ഡയറ്റ് സെറ്റ് ആക്കാം. പ്ലസ് ഇപ്പൊ ഞാൻ പാതി ദൈവം പറഞ്ഞ ഇത് പറയുന്ന പോലെ ഞാനിപ്പോ ഒരു ഡയറ്റ് ഒരു 50% ആണെങ്കിൽ അടുത്തൊരു 50% നമുക്ക് എക്സസൈസിന് വരുന്നുണ്ട്. സോ എക്സസൈസും നമ്മൾ ഒരു ഈക്വലി ഒരു ബേസിക്കലി നമ്മളൊരു 1 hour എക്സസൈസ് നമ്മൾ സ്പെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു മെറ്റബോളിസം മാറ്റേഴ്സ് അലോട്ട്. സോ ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാക്സിമം നമുക്ക് ലൈക്ക് ഒരു പരിധി വരേക്കും നമുക്ക് എന്താക്കാൻ പറ്റും, എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നേരത്തെ ഈ പോർഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിപ്പം ഒരു 1/4 റൈസ് ആണെങ്കിൽ 1/4 വെജിറ്റബിൾസ് ആയിരിക്കണം, പ്രോട്ടീൻ വേണം. ഇപ്പം മേജർ പ്രോട്ടീൻ സോഴ്സസിന്റെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന വെജിറ്റേറിയൻസിന്റെ ഒരു കാര്യം ആദ്യം ചോദിക്കുകയാണ്. ഈ വെജിറ്റബിൾ പ്രോട്ടീൻ ഒരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അങ്ങനെ വരുന്നില്ല. സോ വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് പനീർ വരും, ലെന്റിൽസ്, നമ്മുടെ ദാല്, മസൂർ ദാൽ, തൂർ ദാൽ, അങ്ങനത്തതൊക്കെ വരുന്നുണ്ട്. സോയ വരുന്നുണ്ട്, മഷ്റൂംസിലുണ്ട്, കേർഡ്സിലുണ്ട്, ഡയറി പ്രോഡക്ട്സിലുണ്ട്. ഇതൊക്കെ എന്താ പറയുക വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ട് വരുന്നതാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ വെജിറ്റേറിയൻസിന് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. പക്ഷെ നമ്മൾ അതിന്റെ നമ്മൾ പോർഷൻസ് കുറച്ചും കൂടെ രീതിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. പ്രോട്ടീൻസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫൈബേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ പ്രോട്ടീനിൽ തന്നെയാണെങ്കിൽ ബെസ്റ്റ് ഇപ്പം ചിക്കൻ അല്ലെങ്കിൽ റെഡ് മീറ്റ് നല്ലതാണോ ഈ പ്രോട്ടീൻ സോഴ്സിന്? സോ ചിക്കൻ നല്ലതാണ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ സ്റ്റഡീസ് ഡിഫേഴ്സ് അലോട്ട്. സോ നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് റെഡ് മീറ്റ് തന്നെ എടുത്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിന്റെ ഇപ്പം ചിക്കൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫാറ്റ് കണ്ടന്റ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാണ്. പക്ഷെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാറ്റ് കണ്ടന്റ് കുറച്ചും കൂടെ കൂടുതലാണ്. സോ അത് എടുക്കുന്ന സമയത്ത് അതിന്റെ പോർഷൻസ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അതായത് നമുക്ക് ഡെയിലി നമുക്ക് എന്താ പറയുക റെഡ് മീറ്റ് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് അത് പോർഷൻസ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പോർക്കിന്റെ കേസ് ഒക്കെ പറയുകയാണെങ്കിൽ അതൊരു അൺഹൈജീൻ അല്ലേ? അപ്പം അത് ഈ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? സോ പോർക്ക് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം ഈ ബാക്കിയുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ഈ പിഗ് അല്ലെങ്കിൽ പോർക്ക് എന്ന് പറയുന്നത്, ഈ പിഗ് എന്ന് പറയുന്ന സാധനം വൺ ഓഫ് ദ അൺഹെൽത്തിയസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡേർട്ടിയസ്റ്റ് ആനിമൽ ഓൺ പ്ലാനറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറ്. സോ നമുക്ക് ഈ ഹ്യൂമൻസിനെ സ്വെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത് സ്വെറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആനിമൽസിനും ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത് അവർക്ക് സ്വെറ്റ് ആവുന്നത് കൊണ്ടാണ്. പക്ഷെ പിഗ്സിന് എന്ന് പറയുമ്പോൾ സ്വെറ്റിംഗ് നടക്കാറില്ല. സോ ഈ സ്വെറ്റിംഗ് നടക്കാത്തത് കൊണ്ട് മെയിൻലി എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിൻസ് അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളത് പിഗിനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ആ ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുമ്പോൾ അതിനൊരു കൈൻഡ് ഓഫ് പാരസൈറ്റ്സ് ഉണ്ട്. സോ ആ ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ പിക്സിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. കാരണം ടോക്സിൻ കണ്ടന്റ് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ടും ഈ പാരസൈറ്റ് ഗ്രോ ചെയ്യാൻ അവരുടെ ബോഡിയിൽ ഭയങ്കര സൂട്ടബിൾ ആയതുകൊണ്ടും കുറച്ചും കൂടെ കൂടുതലാണ്. അതിൽ ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പാരസൈറ്റ് ഉണ്ട്. സോ ഈ പാരസൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലം, സീഷേഴ്സ്, ഈവൻ ദോ പ്രഗ്നൻസി മിസ്കാരേജിന് പോലും എഫക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പാരസൈറ്റ് ആണ് ഇത്. സോ ഇതെന്ന് പറയുമ്പോൾ നമുക്കിപ്പം എല്ലാ ഒരു മീറ്റിനും ഒരു കുക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ഈ പിഗിന് നമ്മൾ ഇത്ര അളവിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാരസൈറ്റ് നശിച്ചോളണം എന്ന് എവിടെ ഒരു സ്റ്റഡീസിലും കാണിക്കുന്നില്ല, ഉറപ്പില്ല. സോ അതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഇതും ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കൈൻഡ് ഓഫ് പോക്സ് മാക്സിമം നമ്മൾ അവോയ്ഡ് ആക്കാൻ. ആൻഡ് പിഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ഇൻ ഫാറ്റ് ആൻഡ് ഭയങ്കര ഹൈ ഇൻ കൊളസ്ട്രോൾ ആണ്. സോ ഇത് നമ്മൾ ഡെയിലി ആയിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് എഗെയിൻ ലിവർ ഇഷ്യൂസ്, കൊളസ്ട്രോൾ ഇഷ്യൂസ്. കാരണം കൊളസ്ട്രോളും ഫാറ്റും ഹൈ ആണെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ അത് നമ്മൾ കഴിക്കുവാണെങ്കിൽ എഗെയിൻ ഈ കൈൻഡ് ഓഫ് കൊളസ്ട്രോൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. ഈ പിഗ് കഴിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അലർജി ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ടോക്സിൻസ് ഇഷ്യൂസ് ഒക്കെ കാരണം. സോ അതുകൊണ്ട് പിഗ് മാക്സിമം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് വളരെ റെസ്ട്രിക്ഷൻസ് ആണ്, അവോയ്ഡ് എന്ന് പറയുന്നില്ല, റെസ്ട്രിക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സിനെ കുറിച്ച് തന്നോടെ ഒരു എന്താണ്, സപ്ലിമെന്റ്സ് ഒരുപാടുണ്ട്, ഞാൻ മെയിൻലി പ്രോട്ടീൻ ഫോക്കസ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വരുന്ന ക്ലയൻസിന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അധികം ഫുഡിലൂടെയാണ് എന്താ പറയാ മാക്സിമം ന്യൂട്രീഷനും കൊടുക്കാറുള്ളത്. അപ്പം സപ്ലിമെന്റ്സ് അധികം കൊടുക്കാറുള്ളത്. സോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ബോഡിക്ക് നമുക്കൊരു പ്രോട്ടീൻ ആവശ്യമുണ്ട്. നമുക്ക് നാച്ചുറലി ഫുഡിൽ കൂടെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. ലൈക്ക് നമ്മൾ കഴിക്കുന്ന കേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻസ് ആയിക്കോട്ടെ എഗ് ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് നാച്ചുറലി നമുക്ക് പ്രോട്ടീൻ കിട്ടും.
പക്ഷെ ചില ആൾക്കാർക്ക് പ്രോട്ടീൻ അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ലൈക്ക് പ്രോട്ടീൻ നമ്മൾ നമുക്ക് എത്ര കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ലൈക്ക് ചിലപ്പോൾ നോൺ വെജ് കഴിക്കാൻ അവർക്ക് താല്പര്യപ്പെടില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ദാൽ പറ്റുന്നില്ല, അങ്ങനെ എന്ത് ചെയ്താലും 20 grams അല്ലെങ്കിൽ 25 grams ഓഫ് പ്രോട്ടീൻ അവരുടെ ബോഡിയിൽ വരുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എഗെയിൻ അവർ വർക്ക്ഔട്ടും സൈമൾട്ടേനിയസ്ലി അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് സ്പോർട്സിന്റെ ഒരു കൺസിഡറേഷൻ. ഇപ്പം സ്പോർട്സുകാർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് റിക്വയർമെന്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഇൻടേക്കിനെക്കാട്ടിലും റിക്വയർമെന്റ്സ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ അവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും. നോർമലി നമ്മൾ നോർമൽ പേഴ്സൺ ഒരു സെഡന്ററി ലൈഫ് സ്റ്റൈൽ, നമ്മളൊരു നോർമൽ ലൈഫ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ സോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പ്രോട്ടീൻ പൗഡറിന്റെ ആവശ്യം വരുന്നേ ഇല്ല. ഞങ്ങളുടെ ക്ലിനിക്കിൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി പ്രോട്ടീൻ പൗഡേഴ്സ് അത് ലാസ്റ്റ് റിസോർട്ട് അവർ ഒട്ടും ടോളറേറ്റ് അപ്പോഴാണ് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫുഡിൽ കഴിക്കുന്ന നാച്ചുറലി കിട്ടുന്ന പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ വരുന്നത്. ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. ഡയറ്റ് നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഡെയിലി ഡയറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലേ. അപ്പം ഒരു കുട്ടികളുടെ ഏജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏതൊരു ഏജ് തൊട്ട് അവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ടി വരുമായി? കാരണം ഇപ്പോഴത്തെ ഒരു ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്ഡ് ഫുഡിന്റെ ഒരു കൾച്ചറിലോട് ചോദിക്കുകയാണ്, ഏത് ഏജ് തൊട്ടായിരിക്കും അവർ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്? ഡയറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ അഗൈൻ പറയുന്നത് ലൈഫ് ഒരു മോഡിഫിക്കേഷൻ ആണ്. സോ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ നമ്മൾ അഗൈൻ ടേം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പ്രായക്കാർക്കും നമ്മൾ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ഫോർ എക്സാമ്പിൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, വീക്ക്ലി വൺസ് ആക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഫാൻസി ആക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് എല്ലാ ഏജ്കാർക്കും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ കഴിക്കുന്ന ടൈമും? ടൈമിങ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ എന്ന് പറയുമ്പോൾ മെയിൻലി ടൈമിങ്സ് ആരും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാറില്ല. പൊതുവെ നമ്മൾ പറയാറ് ഡിന്നർ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ കഴിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയാറ് 8 മണിന്റെ മുമ്പിലെങ്കിലും കഴിക്കണം. പക്ഷെ പൊതുവെ ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച ഉടനെ കിടക്കും. അതുകൊണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് ഇപ്പം പൊതുവെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഉറക്കക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. സോ അതിന്റെ മെയിൻ റീസൺ നമ്മളിങ്ങനെ കഴിക്കുന്നതുകൊണ്ട്. കാരണം നമ്മുടെ ബോഡി കിടക്കുവാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്പോഴും ഓണിലായിരിക്കും. അപ്പം അത് ഈ രാത്രി മൊത്തം ഇരുന്നിട്ട് ഫുൾ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റും, ഈ മോർണിംഗ് എണീക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് നമുക്ക് ലൈക്ക് ഒരു ലെത്താജി പോലെ ഒരു ഫറ്റീക് പോലെ നമുക്ക് എണീക്കാൻ പോലും പറ്റാത്ത ക്ഷീണമൊക്കെ വരും. സോ ടൈമിംഗ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഒരു ബേസിക് ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 8-8:30 ഉള്ളിലെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 9 ഉള്ളിൽ തീർക്കാം. മിഡ് മോർണിംഗ് സ്നാക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 11 മണിയിൽ എന്തെങ്കിലും കഴിക്കുക. ആൻഡ് ഒരു 1 o'clock മുമ്പേ ലഞ്ച് ഫിനിഷ് ചെയ്യുക. 4 o'clock 3:30-4 o'clock അവർ ഒരു സ്നാക്ക് എടുക്കാം. ആൻഡ് അഗെയിൻ 7:30 മുമ്പെങ്കിലും പറ്റുവാണെങ്കിൽ ഡിന്നർ കഴിക്കുക. അല്ലെങ്കിൽ 8 o'clock നമ്മൾ ഡിന്നർ കഴിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇപ്പം കുറെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമില്ല, അത് കെല്ലോഗ്സിന്റെ ഒരു മാർക്കറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം അതിനെ മാർക്കറ്റ് ചെയ്ത് വരുന്നത്. ആക്ച്വലി അത് അങ്ങനെയാണോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താണ് തനുവിന്റെ ഒരു വ്യൂ അതിൽ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജാക്കന്മാരെ പോലെ കഴിക്കണം. രാജാക്കന്മാരെ പോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിലെടുക്കാം. അവർക്കൊരു കോൺസെൻട്രേഷൻ കാര്യങ്ങൾ കിട്ടണം. നമ്മൾ ഒരു സാധനം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ സമയത്ത് നമുക്ക് വിശക്കുന്ന പോലെ അലാറംസിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം എന്നുള്ള ഓർമ്മയെ വരുള്ളൂ. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ മെന്റൽ പവർ, മെമ്മറി പവർ ഒക്കെ നമുക്ക് എന്താ പറയാ ടാമ്പേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ. അതേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്ട്രെസ് ലെവൽസ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് വിശപ്പ് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് അവരുടെ ബോഡി അവരുടെ എനർജി ലോസ് ആവാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അത് നിങ്ങൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും നല്ലതാണ്, ആസ് വെൽ ആസ് നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് ഈ സ്മൂതീസോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വേറെ ലൈക്ക് ഇപ്പം ഓട്സ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലും. പക്ഷെ കോമ്പിനേഷൻ ഓഫ് ഫുഡ്സ് മാറ്റേഴ്സ്. അതിലൊരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബേഴ്സ് വരികയാണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനത്തെ രീതിയിൽ കഴിക്കുവാണെങ്കിലും നല്ലതാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം. നമ്മുടെ ബോഡിക്ക് ഇനീഷ്യൽ എനർജി രാവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എന്തായാലും വേണം. ഓക്കെ, സോ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ ഓഡിയൻസിനോട് ഒരു ഡയറ്റിനെ കുറിച്ചൊരു എങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ പറയണ്ടത്? സോ നമ്മൾ ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് നമ്മൾ പൊതുവേ ഡയറ്റിന് അല്ലെങ്കിൽ ഒരു ഹെൽത്തിന് പറയാം. പക്ഷെ പൊതുവേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽത്തിന്റെ പിന്നാലെ പോയിട്ട് ഹെൽത്തിനെ അങ്ങോട്ട് മറന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹെൽത്ത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ
വെൽത്ത് കൊടുത്തിട്ട് ഹെൽത്ത് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും. അതെ. അപ്പം നമുക്കെന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു W പോലെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ സമയത്ത് ബേസിക്കലി നമ്മൾ നല്ല രീതിയിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നല്ല രീതിയിൽ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹൈ ആയിരിക്കും. പിന്നെ 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 നമ്മളുടെ പ്രോസസ്ഡ് ഫുഡും പിന്നെ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ലോ ആകും. പിന്നെ നമുക്ക് ഈ മെഡിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു അവയർനെസ് വരും. അപ്പൊ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ടി എവിടെയെങ്കിലും പോകും, പിന്നെ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നമ്മൾ ഇതാക്കും. അങ്ങനെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. ആൻഡ് പൊതുവെ പുറത്ത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻസിനെ തന്നെ നോക്കുക. കാരണം കുറേ ഓൺലൈൻ ഡയറ്റീഷ്യൻസ്, കുറേ ഫേക്ക് ഡയറ്റീഷ്യൻസ്, ഗൂഗിൾ ഡയറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട്. ഗൂഗിൾ ചെയ്യുക, പക്ഷെ അത് ജസ്റ്റ് ഒരു അറിവിന് മാത്രമാണ്. പക്ഷെ എപ്പോഴും ഒരു ഡയറ്റീഷ്യൻസിന്റെ അടുത്ത് തന്നെ പോവുക, അതാണ് എപ്പോഴും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. സോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഈവൻ നിങ്ങൾ ഒരു ഡ്രസ്സിന് നിങ്ങൾ ചിലപ്പം അല്ലെങ്കിൽ ഒരു മന്ത് നിങ്ങൾ മേക്കപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷൂസിന് വേണ്ടിയിട്ട് ഒരു 5,000 6,000 ആയിരിക്കും നിങ്ങൾ ചെയ്യുക. ഒരു ഡയറ്റിന് നമുക്ക് അത്ര കോസ്റ്റ് ഒന്നും വരില്ല. ചിലപ്പോൾ മന്ത്ലി 1,500 ഒക്കെ വരുള്ളൂ, അത് ഡെയിലി പാക്കേജസിൽ പോലെ എടുക്കുകയാണെങ്കിൽ. സോ ഒരു 1,500 നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 60 70 ഇപ്പം പൊതുവെ ഏർലി ഡെത്ത്സ് ആണ്, ഒരു 50 55 ഹാർട്ട് അറ്റാക്ക് വരുന്നതുകൊണ്ട് ഈവൻ 25 തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്പാൻ കുറച്ചും കൂടി ഒരു 1,500 മന്ത്ലി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്പാൻ ബില്ല് കൊടുക്കുന്നത് സേവ് ചെയ്യാം, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. സോ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതാണ് ഹെൽത്ത് ഇസ് വെൽത്ത്. വെൽത്തിന്റെ പിന്നാലെ പോകേണ്ട കുറച്ചും കൂടെ ഹെൽത്തിന്റെ പിന്നാലെ പോകാൻ നോക്കാം. താങ്ക് യു സോ മച്ച്.